ഹലോ, ഇന്ന് ഞാൻ ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഫ്രൈഡ് റൈസ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. എസ്പെഷ്യലി ബിസി ആയിട്ടുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ സാധിക്കും. ഇതിനായിട്ട് നമ്മളുടെ അരിയുടെ പാകത്തിന് വെച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് മഞ്ഞൾപ്പൊടി, കറുകപ്പട്ട, ഗ്രാമ്പൂ, ഏലയ്ക്ക, കുരുമുളക്, ഉപ്പ് ഇവയെല്ലാം കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം വെള്ളം തിളച്ചതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബസുമതി റൈസ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ അരി അവിടെ സെറ്റ് ആയിക്കോളും. ആ ടൈം കൊണ്ട് നമുക്ക് വെജിറ്റബിൾസും കാഷ്യൂനട്ടും ഒക്കെ നമുക്ക് നെയ്യിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. പിന്നീട് നമ്മുടെ കുക്കറിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കുറച്ച് റൈസും അതിലോട്ട് എടുത്തിട്ട് നെയ്യും റൈസുമായിട്ട് നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ നമ്മുടെ റൈസ്, വെജിറ്റബിൾസ്, എസൻസ് ഇത് എല്ലാം കൂടി ലെയറായിട്ട് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കുക്കർ അടച്ച് വെക്കുക. വിസിലൊന്നും വരണ്ട. നമ്മുടെ വാഷറും നമ്മുടെ വിസിലും റിമൂവ് ചെയ്തിട്ട് വേണം നമ്മുടെ കുക്കർ ഒന്ന് ജസ്റ്റ് ഒന്ന് ആവി വന്നാൽ മതി. വിസിലൊന്നും അടിക്കണം. 2-3 മിനിറ്റ്സ് മാത്രം വെച്ചിരുന്നാൽ മതി. അപ്പോഴേക്കും നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടിരിക്കും. ഇത് നമ്മളിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ റൈസൊക്കെ നമുക്ക് കറക്റ്റ് വേവിന് കിട്ടുകയും നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. ചില ടൈമിലൊക്കെ നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പം അരിയൊക്കെ നന്നായിട്ട് വെന്തുപോയി പശപ്പ് പോലൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നന്നായിരിക്കും. നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ആ ഒരു പരുവത്തിന് ഇത് കുക്കായിട്ട് നമുക്ക് കിട്ടും. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.